ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഫോട്ടോസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പോസ്റ്റൊക്കെ ഇടാറുണ്ട്. ഇപ്പം ഇത് കാണുന്നതിൽ നിന്ന് ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുമ്പം അതിൽ നിന്ന് ചില ആൾക്കാരെ മാത്രം എങ്ങനെ ഹൈഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ മുകളിൽ 3 ലൈൻസ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ പേര് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഞാനൊരു എക്സാമ്പിളിന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ 3 ഡോട്ട്സ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ ഒൺലി മീ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചിലപ്പം ഇത് പബ്ലിക് ആയിരിക്കും, ചിലപ്പം ഫ്രണ്ട്സ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാരെ മാത്രം ഹൈഡ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട്സ് എക്സെപ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റ് ഇവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആരെയാണോ ഹൈഡ് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രണ്ട്സ് എക്സെപ്റ്റ് ആ ഒരു കോൺടാക്റ്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കോൺടാക്ട്സ് ഇതിലോട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ സെറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ സേവ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഫോട്ടോ നമ്മുടെ ഫ്രണ്ട്സിന് മാത്രമായിരിക്കും കാണാൻ പറ്റുക. അതിൽ തന്നെ 2 പേരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, അവർക്ക് ആ ഒരു പോസ്റ്റ് കാണാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ പുതിയൊരു പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ മുകളിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പോസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഫ്രണ്ട്സാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സ് അക്സെപ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്കിൽ നിങ്ങളുടെ പോസ്റ്റ് ചില ആൾക്കാരിൽ നിന്നും മാത്രം ഹൈഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവിനായിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.